ഗുഡ് ഈവനിങ്. എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളതെന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യം ഈ ഒരു സിനിമയുടെ പ്രൊമോഷനിൽ, അതായത് മാർക്കറ്റിങ്ങിൽ ജോയിൻ ചെയ്ത സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുരളിച്ചേട്ടനും പിന്നെ നമ്മുടെ മനോജ് ചേട്ടനും ചേർന്നിട്ട് ഈ ഒരു സിനിമയുടെ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് ചെന്നു, പ്രിവ്യൂ കണ്ടു. പ്രിവ്യൂ കണ്ടിട്ട് ശരിക്കും എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമയിൽ നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ശ്രീജിത്ത് ഏട്ടൻ എന്താണ് ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്, അതായത് എന്താണ് സമൂഹത്തിന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് കിട്ടി. ഫോർ മീ പേഴ്സണലി എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങളെല്ലാവരും, ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് മാത്രമല്ല, നിങ്ങളത് തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണുക. കാരണം ഒരുപാട് നമ്മുടെ ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് മെസ്സേജ് അല്ലെന്നുണ്ടെങ്കിൽ ഈ സിനിമയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ കഥാപാത്രമായിട്ടുള്ള കുവി എന്താണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഒരു നിമിത്തത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനും. കാരണം ഇങ്ങനെ ഒരു വേദി, അതായത് ഇങ്ങനെ ഒരു പെറ്റ് ഷോ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ, സെക്കൻഡ് ലുക്ക് പോസ്റ്റർ അനൗൺസ് ചെയ്യാൻ സാധിച്ചത് ഭയങ്കര വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതും ഇങ്ങനൊരു നിമിത്തത്തിൽ വിശ്വസിച്ചതുകൊണ്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. പിന്നെ ഇതില് എന്താ പറയാ, എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഇതിൽ അഭിനയിച്ചിട്ടല്ല മനോജ് ചേട്ടൻ. ഞാൻ ശരിക്കും മനോജ് ചേട്ടൻ്റെ ഒരു ഫസ്റ്റ് മൂവിയാണ് കാണുന്നത്. പക്ഷെ ആക്ച്വലി ഞാനൊരു ഉറപ്പ് പറയാണ്, അധികം വൈകാതെ തന്നെ നമ്മളെല്ലാവരും ഒരു ക്യാമിയോ മോഡിൽ കാണാൻ പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ അത്രത്തോളം ഒരു കാലിബർ ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനിയും സിനിമ ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു ഉൾക്കരുത്ത് ഉണ്ടാവത്തുള്ളൂ. ആൻഡ് താങ്ക് യു സോ മച്ച്.